ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 സീസണിന്റെ തുടക്കം രാഹുലിന് അത്ര സുഖകരമല്ല. പുതിയ ഫ്രാഞ്ചൈസിയായ ഡൽഹി ക്യാപിറ്റൽസിൽ നായക സ്ഥാനത്തും ഉപനായക സ്ഥാനത്തും അദ്ദേഹമില്ല. ഇപ്പോൾ ഓപ്പണിംഗ് സ്ഥാനവും രാഹുലിന് നൽകിയില്ലെന്നാണ് റിപ്പോർട്ട്. ഏകദിനത്തിൽ രാഹുലിനെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ 6ാം സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിജയത്തിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. സമാനമായ രീതിയിൽ T20 ക്രിക്കറ്റിലും മാറ്റം വരുത്താനാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ തീരുമാനം. IPL 2025 മെഗാ താരലേലത്തിലൂടെയാണ് രാഹുൽ ഡൽഹി ക്യാപിറ്റൽസുമായി കരാർ ഒപ്പുവെക്കുന്നത്. ലക്നൗ സൂപ്പർ ജയൻസ് രാഹുലിനെ ഒഴിവാക്കുകയായിരുന്നു. ഫ്രാഞ്ചൈസിയിൽ 3 സീസണുകളിൽ മോശം പ്രകടനം ആവർത്തിച്ചതോടെയാണ് റിട്ടൻഷൻ താരങ്ങളിൽ ഉൾപ്പെടാതെ പോയത്. ലേലത്തിൽ IPLലെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് രാഹുലിന് തിരിച്ചടിയായി. 2025 മെഗാലേലത്തിൽ 14 കോടി രൂപ പ്രതിഫലമാണ് ലഭിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രാഹുൽ തന്റെ കരിയറിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. T20 ഫോർമാറ്റിൽ സ്കോറിംഗിന്റെ വേഗം വീണ്ടും കൂടി വരുമ്പോൾ 32കാരന്റെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റിൽ ഫ്രാഞ്ചൈസികൾ തൃപ്തരല്ല. അതുകൊണ്ടാണ് പുതിയ സീസണിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നത്. രാഹുൽ മധ്യനിരയിലാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ജേക്ക് ഫ്രേസർ മക്ഗുർക്ക്, ഫഫ് ഡുപ്ലസിസ്, അഭിഷേക് പോറൽ എന്നിവർ ടോപ്പ് ഓർഡറിൽ കളിക്കും. ഹാരി ബ്രൂക്ക് ലീഗിൽ നിന്ന് പിന്മാറിയതിനാൽ DC മധ്യനിരയിൽ വലംകൈയ്യൻ ബാറ്റ്സ്മാന്റെ കുറവ് നികത്താൻ രാഹുൽ ഇറങ്ങുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം അനുസരിച്ച് രാഹുലിന് ഈ റോളിൽ തിളങ്ങാൻ കഴിയുമെന്നാണ് DCയുടെ കണക്കുകൂട്ടൽ. 2019 ശേഷം ഇത്തവണ ആദ്യമായാണ് രാഹുൽ IPL നേതൃനിരയിൽ നിന്ന് മാറി നിൽക്കുന്നത്. DC അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ഓഫർ ചെയ്തിരുന്നു. വ്യക്തിഗത പ്രകടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ രാഹുൽ ഓഫർ നിരസിക്കുകയായിരുന്നു. 2020ലും 2021ലും പഞ്ചാബ് കിങ്സിനെ നയിച്ച ഇന്ത്യൻ സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ 2022 മുതൽ 2024 വരെ LSG നേതൃനിരയിലും ഉണ്ടായിരുന്നു. 2018ൽ PBKSൽ ചേർന്നപ്പോൾ മുതൽ രാഹുൽ IPLൽ ഓപ്പണറാണെങ്കിലും 2016ൽ ഫൈനലിലെത്തിയ RCBക്ക് വേണ്ടി മധ്യനിരയിൽ കളിച്ചു. ഓപ്പണർ സ്ഥാനത്തല്ലാതെ IPLൽ ഇതുവരെ 33 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 29.41 ശരാശരിയിലും 117.92 സ്ട്രൈക്ക് റേറ്റിലും 500 റൺസ് നേടി. ലീഗിന്റെ ചരിത്രത്തിൽ വിരാട് കോഹ്ലിക്കൊപ്പം 4 തവണ 600ൽ കൂടുതൽ റൺസ് നേടിയ ഏക കളിക്കാരനാണ് രാഹുൽ. ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചു വരാൻ രാഹുലിന് IPL 2025 സീസൺ ഏറെ നിർണായകമാണ്. 2022ൽ അഡ്ലെയ്ഡിൽ ഇംഗ്ലണ്ടിനെതിരായ T20 ലോകകപ്പ് സെമി ഫൈനൽ തോൽവിക്ക് ശേഷം രാഹുൽ ഫോർമാറ്റിൽ ഇന്ത്യക്കായി കളിച്ചിട്ടില്ല.